വ്യാളിയും ആനയും ഒന്നിച്ചു നിൽക്കേണ്ടത് ഇന്ത്യയുടെയും ചൈനയുടെയും വിജയത്തിന് അത്യാവശ്യമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുന്നോടിയായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷീയുടെ പ്രതികരണം. ഇരു രാജ്യങ്ങളും സുഹൃത്തുക്കളായിരിക്കേണ്ടത് ശരിയായ തീരുമാനമാണെന്നും ഷീ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം ദീർഘകാലം നിലനിർത്തുമെന്ന നിർണായക തീരുമാനത്തിലാണ് കൂടിക്കാഴ്ച പിരിഞ്ഞത്. ജനങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്താനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. തന്ത്രപരവും ദൂരവ്യാപകവുമായ വീക്ഷണത്തിലൂടെ ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള ബന്ധത്തെ സമീപിക്കണം. അതിലൂടെ സുസ്ഥിരതവും ഉറച്ചതും സ്ഥിരതയുള്ളതുമായ മുന്നേറ്റം ഉഭയകക്ഷി ബന്ധത്തിൽ കൊണ്ടുവരാനാകും. ഇന്ത്യയും ചൈനയും സഹകരിച്ച് മുന്നോട്ടു പോകേണ്ട പങ്കാളികളാണ്, ശത്രുക്കളല്ല. പരസ്പരം ഭീഷണി ഉയർത്താതെ രണ്ട് രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിലായിരിക്കണം ഇന്ത്യ ചൈന ബന്ധമെന്ന് ഷീ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം ശുഭകരമായ ദിശയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിർത്തിയിൽ സ്ഥിരതയും സമാധാനവും ഉണ്ടായെന്നും കൈലാസ് മാൻസരോവർ യാത്ര പുനരാരംഭിച്ചെന്നും മോദി പറഞ്ഞു. കസാനിൽ നമ്മൾ ഫലപ്രദമായ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങും. നമ്മുടെ രാജ്യങ്ങളുടെ സഹകരണത്തിലൂടെ 280 കോടി ജനങ്ങളുടെ താൽപര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മാനവരാശിക്ക് ആവശ്യമാണെന്ന് ചർച്ചയുടെ ആമുഖമായി മോദി പറഞ്ഞു. പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചതിനും ചർച്ചയ്ക്കും നന്ദിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംഭാഷണവും ഇരു നേതാക്കളും തമ്മിലുണ്ടായെന്നാണ് വിവരം.